അമേരിക്കയിൽ H-1B വിസയിൽ എത്തുന്ന ഇന്ത്യക്കാർ തങ്ങൾ നൃത്തം ചെയ്യുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതിനെതിരെ ഒരു വശത്ത് വിദ്വേഷ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. അമേരിക്കയിലെ H-1B വിസ ഉടമകളായ ഇന്ത്യക്കാർ മുഴുവൻ സമയ ജോലിക്കൊപ്പം ഡാൻസ് സ്കൂളും നടത്തി വിസ നിയമങ്ങൾ ലംഘിക്കുന്നുവെന്നാണ് ഇക്കൂട്ടരുടെ ആരോപണം. H-1B വിസ ഉടമകൾ ജോലിക്കൊപ്പം മറ്റ് ധനസമ്പാദന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് നിയമ ലംഘനമായിരിക്കെ ഇന്ത്യക്കാരടക്കമുള്ള H-1B ഉടമകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അമേരിക്കയിലെ കമ്പനികൾക്ക് പ്രത്യേക മേഖലകളിൽ വിദഗ്ധരായ വിദേശികളെ ജോലിക്കെടുക്കാനുള്ള സ്പോൺസർഷിപ്പ് വിസയാണ് H-1B വിസ. താൽക്കാലിക വർക്ക് വിസയായ H-1B വിസ മാർഗം അമേരിക്കയിലെത്തുന്ന വിദേശികൾക്ക് തങ്ങളെ സ്പോൺസർ ചെയ്ത കമ്പനിയിൽ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. രഹസ്യമായി മറ്റ് കമ്പനികൾക്ക് ജോലി ചെയ്യുന്നത് വലിയ നിയമലംഘനമാണ്. അതുമാത്രമല്ല, H-1B വിസ ഉടമകൾക്ക് കണ്ടന്റ് ക്രിയേഷൻ നടത്തുന്നതിന് വരെ നിയന്ത്രണങ്ങളുണ്ട്. തങ്ങൾക്ക് വലിയ തോതിൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ മോണിറ്റൈസേഷൻ ഓഫാക്കി മാത്രമേ കണ്ടന്റുകൾ പങ്കുവെക്കാൻ അനുവാദമുള്ളൂ. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെയാണ് ഇന്ത്യക്കാർ ജോലിക്കൊപ്പം ഡാൻസ് സ്കൂൾ നടത്തുന്നുവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ H-1B വിസ ഉടമകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇമിഗ്രേഷൻ അഭിഭാഷകയായ ആൻസി എസ് വർഗീസ് മുൻപ് തന്റെ ബ്ലോഗിൽ പങ്കുവച്ചിട്ടുണ്ട്. H-1B വിസ ഉടമകൾക്ക് എന്തൊക്കെ ചെയ്യരുത് എന്നതാണ് ബ്ലോഗിലുള്ളത്. ഒരു ബിസിനസ്സിൽ നിക്ഷേപം നടത്തുന്നതിനോ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനോ തടസ്സമില്ല. നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭവിഹിതം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് എന്നിവ കൈപ്പറ്റുന്നതും നിയമപരമാണ്. എന്നാൽ ആ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ജീവനക്കാരെ മേൽനോട്ടം ചെയ്യാനോ പാടില്ല. ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുകയോ ജീവനക്കാരെ മേൽനോട്ടം ചെയ്യുകയോ ചെയ്യരുതെന്നാണ് ആൻസി വർഗീസ് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. കൂടാതെ കമ്പനികൾക്ക് വേണ്ടി കരാറുകളിൽ ഒപ്പിടാനോ വിൽപ്പന സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാനോ പാടുള്ളതല്ല. പലരും ചിന്തിക്കുന്നത് പ്രതിഫലം വാങ്ങാതെ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമല്ല എന്നാണ്. എന്നാൽ ഇത് തെറ്റായ ധാരണയാണെന്ന് അഭിഭാഷക ചൂണ്ടിക്കാട്ടുന്നു. സൗജന്യമായി ജോലി ചെയ്യുന്നത് അതിനെ നിയമപരമാക്കുമെന്ന് കരുതരുന്നതാണ് ഇതിനെക്കുറിച്ച് ആൻസി വർഗീസ് നൽകുന്ന മുന്നറിയിപ്പ്. അനധികൃതമായ തൊഴിലിന്റെ കാര്യത്തിൽ പ്രതിഫലം ലഭിക്കുന്ന ജോലിയും അല്ലാത്തതും തമ്മിൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വേർതിരിവ് കാണിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരു H-1B വിസക്കാരന് ഒരു ഡാൻസ് അക്കാദമിയിൽ നിക്ഷേപം നടത്താൻ അനുവാദമുണ്ട്. എന്നാൽ അവിടെ നൃത്തം പഠിപ്പിക്കാനോ അതിന്റെ നടത്തിപ്പ് ചുമതലകൾ ഏറ്റെടുക്കാനോ പാടില്ല. അൺപെയ്ഡ് ജോലിയാണെങ്കിൽ പോലും സജീവമായ ഇടപെടൽ വിസ നിയമങ്ങളുടെ ലംഘനമായി കണക്കാക്കാം. സ്വന്തം സ്റ്റാർട്ടപ്പിന് വേണ്ടി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ H-1B ട്രാൻസ്ഫർ നടത്തുകയോ അല്ലെങ്കിൽ കൺകറന്റ് H-1B വിസയ്ക്കായി തയ്യാറെടുക്കുകയോ ചെയ്യണമെന്നും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നിങ്ങളെ പിടികൂടുന്നതുവരെ കാത്തിരിക്കരുതെന്നും മുൻകൂട്ടി ജാഗ്രത പാലിക്കണമെന്നും അഭിഭാഷക ചൂണ്ടിക്കാട്ടി. ഇനി H-1B വിസയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ അമേരിക്ക നൽകുന്ന താൽക്കാലിക വർക്ക് വിസയാണ് H-1B വിസ. ഇതുപയോഗിച്ച് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനികൾക്ക് തങ്ങളുടെ ജോലിക്ക് ആവശ്യമായ അമേരിക്കൻ പൗരന്മാരെ ഇല്ലെങ്കിൽ വിദഗ്ധരായ ജീവനക്കാരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലിക്കെടുക്കാം. പുതിയ നിയമപ്രകാരം ഇത്തരത്തിൽ ഒരു വിദേശിയെ ജോലിക്കെടുക്കാൻ കമ്പനിക്ക് വിസ ഫീസായി നൽകേണ്ടത് $1 ലക്ഷം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ കഴിഞ്ഞ വർഷമാണ് H-1B വിസ ഫീസ് കുത്തനെ കൂട്ടിയത്. 3 വർഷമാണ് H-1B വിസയുടെ കാലാവധി. ഇത് പിന്നീട് 3 വർഷം കൂടി നീട്ടാം. H-1B വിസ ഉടമകൾ അമേരിക്കൻ സ്ഥിരതാമസ രേഖയായ ഗ്രീൻ കാർഡിന് അപേക്ഷിച്ച് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ കൂടുതൽ കാലം ജോലി ചെയ്യാൻ അവസരം ലഭിക്കും.